ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിർബന്ധമായിട്ടും. സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം ഒറ്റ വീഡിയോ മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ. ഏറ്റവും ബെസ്റ്റ് മാത്സ് ക്ലാസ്സും അതേപോലെ സയൻസിലെ എല്ലാ ക്ലാസ്സും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സിനാണ് വേറെ കൊമേഴ്സ് ചാനലുണ്ട്. ഈ വീഡിയോ മൊത്തം കാണാൻ ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻസ് ഞാനൊരു 10 മാർക്ക് ഫ്രീ എടുത്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രെയിറ്റ് ലൈൻസിൽ എന്തൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ എല്ലാം മനസ്സിലാക്കി പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നോട്ട്സ് കാണാൻ പറ്റും. പെർപെൻഡിക്കുലർ ലൈൻ സ്ലോപ്പ് വെച്ചിട്ടുള്ള സംഭവം. അതേപോലെ നിങ്ങൾക്ക് ഫോംസ് ഓഫ് ഇക്വേഷൻ പഠിക്കണം. പോയിന്റ് സ്ലോപ്പ്, 2 പോയിന്റ്, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ആൻഡ് ഇൻ്റർസെപ്റ്റ് ഫോം പഠിക്കണം. ജനറൽ അവസാനം പഠിക്കണം. ഒറ്റൊരു വീഡിയോയിൽ മൊത്തം പഠിക്കാൻ പറ്റുമെങ്കിൽ സെറ്റായില്ലേ? സോ ഇപ്പം തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് കമൻറ്റ്, സെക്കൻഡ് കമൻറ്റ്, തേർഡ് കമൻറ്റ്. നിങ്ങൾ എത്രാമത്തെ വ്യൂ ആണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര ടൈപ്പ് ലൈനുകളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, എക്സാമിന് വരുന്നതും. ഒന്ന് മനസ്സിലാക്കിയാൽ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് ടോപ്പിക് ആൻഡ് ദ ബെസ്റ്റ് ടോപ്പിക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്, ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. എനിക്കത് മനസ്സിലായതുകൊണ്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിച്ചു തരാം. പിന്നെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ എഴുതാതെ പോവില്ല. ഓക്കെ, ഫസ്റ്റ് സാധനം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എന്താ? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചു വെച്ചത് ഇങ്ങനെ കേട്ടോ. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. നിങ്ങൾ ഹൊറിസോണ്ടലിന് ഇങ്ങനെ ഒരു വര കണ്ട്, ഈ വര, അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഇങ്ങനെ എക്സ് ആക്സിസിൻ്റെ സൈഡാണ് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വരച്ചുതരാം ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിനോട് പാരലൽ. ഞാൻ ഇവിടെ എഴുതിത്തരാം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് സമാന്തരമായി വരിക. അതേസമയം എന്താണ് വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? വൈ ആക്സിസിനോട്. ഓക്കെ, അപ്പം നിങ്ങൾ അടുത്ത ചാപ്റ്ററിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ ലൈനും കാണിച്ചു തരാം. ഓക്കെ, സംഭവം വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംഭവം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ പെട്ടെന്ന് നിങ്ങൾ പഠിക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും ഹൊറിസോണ്ടൽ ലൈൻ, ഓക്കെ, ഇത് നോക്കിയേ, എക്സ് ആക്സിസിനോട് പാരലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എക്സ് ഇസ് ഈക്വൽ ടു ഒരു നമ്പർ. മക്കളെ, എക്സ് ആക്സിസിനോട് പാരലായ ലൈൻ എന്ന് പറയുമ്പോൾ അയാളുടെ വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ എക്സ് ഇത് നോക്കിയേ, ഇവിടെ നോക്കാം. ഇതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാം. ഇതിപ്പോൾ ലെറ്റ്സ് സേ 0,2 ആണ്. 0,2 ഇതെന്തായിരിക്കും? 1,2. ഇതെന്തായിരിക്കും? 2,2. ഇതെന്തായിരിക്കും? 3,2. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടാണ് -1,2. അപ്പോൾ ഇതിൻ്റെ ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാത്തിനെയും വൈ കോർഡിനേറ്റ്, രണ്ടാമത്തെ ആളെല്ലാം 2 ആണ്. അതുകൊണ്ട് എനിക്ക് ഈ ലൈനിനെ പറ്റി പറയാം. y ഈസ് ഈക്വൽ ടു വൈ ആട്ടോ, രണ്ടാമത്തെ കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് y ഈസ് ഈക്വൽ ടു 2 കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിനോട് പാരലായ എന്ത് ലൈൻ? ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ y ആയിട്ട് ഈക്വലാണ്. നിങ്ങൾ വരച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതേ സാധനം നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്താൽ ഇത് നോക്കി, ഇത് 1 ആണെന്ന് ചോദിച്ചു കേട്ടോ. ഓക്കെ, അപ്പം 1,0, ഇതെന്താ 1,1, 1,2, 1,3, 1,4. ഇവിടെ എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം അല്ലെ? 1,-1, 1,-2 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതിൽ വൈ ആക്സിനോട് പാരലായ ലൈൻ എന്താണ്? ഇവിടെ 1 കൂടെ പാസ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ വൈ അല്ല, എന്താണ്? എക്സ് എപ്പോഴും എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈൻ എക്സ് ആക്സിസിനോട് പാരലാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഒരു നമ്പർ, വൈ ആക്സിസിനോട് പാരലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഒരു നമ്പർ. ഇതാണ് ഏറ്റവും സിമ്പിൾ സംഭവം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞു. ഇനി പോയിന്റ് സ്ലോപ്പ്. ഓക്കെ, പേര് ശ്രദ്ധിക്കുക, പോയിന്റ് സ്ലോപ്പ്. അപ്പോൾ ഒരിക്കലും എക്സാമിൽ നിങ്ങൾ പോയിന്റ് സ്ലോപ്പ് ഫോം കണ്ടുപിടിക്കാൻ പറയില്ല. പോയിന്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിന്റ് തരും. ഓക്കെ, ഒരു ലൈനിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എവിടെ വേണേ ഉണ്ടാവും അല്ലേ? നോക്കി, ഈ ലൈൻ എവിടെ വേണേ ഉണ്ടാവുക, അതിനൊരു പ്രത്യേക ഒരു ആങ്കർ പോയിന്റ് ഇല്ല. ഞാൻ പറയുകയാണ്, ഇതേ ലൈൻ ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു. ഈ പോയിന്റിനെ ഞാൻ പേരിടുക, ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ x0 y0 എന്ന് കേട്ടോ. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ഥിരത കിട്ടിയില്ലേ? ഈ ലൈൻ ഇങ്ങനെ പറന്ന് നടക്കുന്നതിന് പകരം ഞാൻ പറയുന്നത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യാണ്. ഓക്കെ, പക്ഷേ ഈ ലൈനിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിലൊരു ചെരിവും ഉണ്ട് അല്ലേ? ഈ ചെരിവ്. ഓക്കെ, ചെരിവ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയില്ല. അപ്പം ഈ ചെരിവുള്ള ഈ ലൈൻ, ഈ സ്ലോപ്പുള്ള ലൈൻ ഇവിടെ പോകുന്നതിന് പകരം ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാം ഈ ലൈനിൻ്റെ പോയിന്റും സ്ലോപ്പും എനിക്കറിയാം. അതിലൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? പോയിന്റ് തന്നു, വിച്ച് ഇസ് x0 y0. അതാണ് പോയിന്റ്. ആൻഡ് സ്ലോപ്പ് എന്താണ്? എപ്പോഴും നമുക്കറിയാം m. ഇത് രണ്ടും തന്നാൽ, ഒരു കോർഡിനേറ്റും അതേപോലെ തന്നെ സ്ലോപ്പും തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് സ്ലോപ്പിൻ്റെ ഫോർമുല അറിയാം അല്ലേ? എന്താണ് സ്ലോപ്പിൻ്റെ ഫോർമുല? എപ്പോഴും m = y2 - y1 / x2 - x1. ഞാൻ നിങ്ങളോട് പറയാണ്,
ഒരു പോയിന്റ് അവർ തന്നു, ഒരു പോയിന്റ് നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാം. ജനറൽ ഇത് x1 x2 എന്നല്ല, വെറും എക്സ്. ഓക്കെ, എക്സ് കോമ വൈ എന്നുള്ള ഒരു ജനറൽ പോയിന്റ്. കാരണം 2 പോയിന്റ് വേണം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള. ഇങ്ങനെയല്ല, ഇങ്ങനെ അല്ലേ, ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ കിട്ടി ഈ ലൈൻ. ഓക്കെ, ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ് എടുത്തു. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. എക്സ് വൈ എന്നുള്ളൊരു ജനറൽ പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ 2,3 or 4,3. ഇനി സ്ലോപ്പ് ഇക്വേഷൻ കൊണ്ട് എടുത്തിട്ട് സ്ലോപ്പ് ഇക്വേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആൻസർ എഴുതാം. m is equal to y2 minus y1 divided by x2 minus x1. ഇവിടെ y2 y1 ഒന്നുമല്ല, അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് ഞാൻ മാറ്റി ഒന്നുകൂടി എഴുതാം. y minus y0 divided by x minus x0. ഓക്കെ, ഈ പോയിന്റുകളും ഈ പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, എത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇനി നിങ്ങൾക്കൊരു ലൈനിൻ്റെ ഇക്വേഷനായിട്ട് കാണാൻ വേണ്ടി തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തെ ഡിനോമിനേറ്റർ ഇയാളെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുക, നിങ്ങൾക്ക് കിട്ടും m ഇൻറ്റു, എഴുതി കാണിച്ചാൽ m ഇൻറ്റു എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു y മൈനസ് y0. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം, പോയിന്റ് തന്നു, സ്ലോപ്പ് തന്നു, ഞാനൊരു ഇക്വേഷനിൽ എടുത്തിട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ എക്സും വൈ തന്നെ ആയിട്ട് നിൽക്കും, അത് നമ്പർ ആവില്ല. x0 y0 ഓരോ നമ്പർ ആവും. ഓക്കെ, ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് തന്നിട്ടുണ്ടാവും, സ്ലോപ്പ് തന്നിട്ടുണ്ടാവും, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഒരു സിമ്പിൾ ചോദ്യം ചെയ്യാം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ, ഇതാണ് തന്നിരിക്കുന്നത് നമുക്ക് പോയിന്റ്. എന്താണ് പോയിന്റ് മക്കളെ, ഇതാണ് x0 y0. x0 y0 എന്താണെന്നത് 3,1 അതേപോലെ സ്ലോപ്പ് എന്താണെന്നത് m is equal to -1. ഓക്കെ, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പോയിന്റ് സ്ലോപ്പ് ഫോം ഓർമ്മയില്ലാത്തവർക്ക് പറഞ്ഞാൽ m is equal to y minus y0 divided by x minus x0. ഇത്രേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. m തന്നിട്ടുണ്ട് -1. y ഞാൻ അവിടെ തന്നെ നോക്കും, y മാറ്റുന്നില്ല. y മൈനസ് y0 എത്രയാണെന്ന് 1 ആൻഡ് x0 എന്ന് പറയുമ്പോൾ x മൈനസ് 3. ഇതാണ് ലൈനിൻ്റെ ഫോർമുല. ഇനി അത് നമുക്ക് സിംഗിൾ ഇങ്ങനെ കാണണമെങ്കിൽ രസത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് വരിക ഞാൻ കാണിച്ചു തരാം. -1 ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു y മൈനസ് 1. ഇനി -1 ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, സാർ ഇവിടെ -1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, നമ്പേഴ്സൊക്കെ മാറ്റി സിമ്പിളാക്കി ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക, നമുക്ക് നോക്കാം. 3 ഇവിടെ, 3 ആ സൈഡിൽ തന്നെ വെക്കാം. ഓക്കെ, നമ്മൾ പിന്നെ ജനറൽ ഫോം പഠിക്കും. 3 ഇവിടെ തന്നെ, -1 ഇങ്ങോട്ട് വരുമ്പോൾ +1, വൈയും എക്സ് അങ്ങോട്ട് വരുമ്പോൾ +x. അപ്പോൾ എന്ത് കിട്ടും, 4 is equal to x plus y. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ